ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മിക്സഡ് ഫ്രൂട്ട് പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ടിൻ്റെ കളറൊന്നും മാറി തുടങ്ങുമ്പോഴേക്കും നമ്മളിതിലേക്ക് കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്ലാക്കും വൈറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അതെടുത്താൽ മതിയാവും. അപ്പോൾ ഈ റൈസിൻസും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് പൈനാപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു പകുതി പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. ഈ പൈനാപ്പിൾ നമ്മൾ ഒരു 2 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാ പൈനാപ്പിൾ സോഫ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. ഈ ഒരു ആപ്പിളും നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ആപ്പിളും ഒന്ന് വെന്ത് സോഫ്റ്റായി വരണം. ഒരു 2-3 മിനിറ്റ് ആപ്പിൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 പഴം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 2 പഴമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പഴം 4-5 എണ്ണമൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു പഴവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഴമൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ആപ്പിളും പൈനാപ്പിളും ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ പഴം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ദാ ഈ ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിയും കൂടി ചേർത്തിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരയ്ക്ക് നല്ല ഡാർക്ക് കളറുള്ളതാണെന്നുണ്ടെങ്കിൽ പായസത്തിനും നല്ലൊരു കളർ കിട്ടും. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി കുറുകി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2.5 കപ്പ് 2ാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിനി നന്നായിട്ടൊന്ന് വറ്റി കുറുകി വന്നു കഴിയുമ്പോഴേക്കും മാത്രമേ നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ ഫ്രൂട്ട്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. എന്നാൽ ആപ്പിളൊന്നും ഒരുപാടങ്ങ് ഉടഞ്ഞും പോയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പായസം കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നതിന് ശേഷം മാത്രം നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ പായസത്തിൽ ഒരുപാടങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് 1ാം പാലാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു 1ാം പാല് ചേർത്തതിന് ശേഷം ഒരുപാടങ്ങ് തിളച്ച് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് പായസമാണ്. ഇതിൽ നമ്മൾ 1ാം പാല് ചേർക്കുമ്പോൾ സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൂട്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്